ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് കുറച്ച് മലയാള സിനിമകളുടെ OTT അപ്ഡേറ്റ്സുമായാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് സിനിമകൾ എന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ അപ്ഡേറ്റ് ഒമർ ലുലു സംവിധാനം ചെയ്ത് റഹ്മാനും ധ്യാൻ ശ്രീനിവാസനും അഭിനയിച്ച ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് ചിത്രമാണ് ബാഡ് ബോയ്സ്. ഈ ബാഡ് ബോയ്സിൻ്റെ OTT റിലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിയേറ്ററിൽ നിന്ന് നല്ലൊരു അഭിപ്രായം വന്നിട്ടും എന്തോ കാരണത്താൽ പരാജയപ്പെട്ട ഒരു സിനിമയാണ് ബാഡ് ബോയ്സ്. മാർച്ച് അവസാന വാരത്തോടെ ബാഡ് ബോയ്സിൻ്റെ OTT റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാം. മനോരമ മാക്സിലാണ് ചിത്രം റിലീസാവുന്നത്. അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ അപ്ഡേറ്റ് ഏതാണെന്ന് നോക്കാം. 2025 ഫെബ്രുവരിയിൽ പെപ്പെ അഭിനയിച്ചിറങ്ങിയ സിനിമയാണ് ദാവീദ്. ഇതൊരു ആക്ഷൻ ത്രില്ലറാണ്. ഇതിൽ പെപ്പെ കൂടാതെ പ്രധാന കഥാപാത്രങ്ങളായി വിജയരാഘവൻ, ലിജോ മോൾ, സൈജു കുറുപ്പ് എന്നിവരാണ്. പടത്തിന് ആവറേജ് റെസ്പോൺസ് ആയിരുന്നു തിയേറ്ററിൽ നിന്ന് കിട്ടിയത്. ഈ മാസം 28-ാം തീയതിയോട് കൂടിയാണ് ദാവീദിൻ്റെ OTT റിലീസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആമസോൺ പ്രൈമാണ് ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് ഏതാണെന്ന് നോക്കാം. പ്രേക്ഷകരെല്ലാം ഒരുപോലെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് പൈങ്കിളി. ഒരു റോം കോം സിനിമയാണ് ഇത്. അനശ്വരരാജനും സജിൻ ഗോവും പ്രധാന കഥാപാത്രങ്ങളെത്തുന്ന സിനിമ ഹ്യൂമറിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിനിമയാണ്. തിയേറ്ററിൽ അത്യാവശ്യം നല്ലൊരു വിജയം തന്നെയായിരുന്നു പൈങ്കിളി. ഈ മാർച്ച് അവസാന വാരത്തോടു കൂടി തന്നെയാണ് ചിത്രത്തിൻ്റെ OTT റിലീസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മനോരമ മാക്സാണ് ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. ശ്രീരാജ ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് 2025 ജനുവരിയിൽ ഇറങ്ങിയ സിനിമയാണ് പ്രാവിൻകൂട് ഷാപ്പ്. ഒരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് സിനിമ. ബേസിൽ ജോസഫ്, സൗബിൻ ഷാഹിർ, ചെമ്പൻ വിനോദ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. ചിത്രം എന്തുകൊണ്ടോ തിയേറ്ററിൽ പരാജയമായിരുന്നു. ഏപ്രിൽ 11-നാണ് ചിത്രം OTT റിലീസായി എത്തുന്നത്. സോണി ലൈവാണ് ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. അരുൺ ഡി ജോസ് സംവിധാനം ചെയ്ത് ഫെബ്രുവരി മാസത്തിൽ ഇറങ്ങിയ സിനിമയായിരുന്നു റൊമാൻസ്. ചിത്രത്തിൽ മാത്യു തോമസ്, സംഗീത് പ്രതാപ്, മഹിമ നമ്പ്യാർ, അർജുൻ അശോകൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളിലെത്തിയത്. ഒരു കോമഡി എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു റൊമാൻസ്. മികച്ചൊരു വിജയം തന്നെയാണ് തിയേറ്ററിൽ റൊമാൻസ് നേടിയത്. ആമസോൺ പ്രൈമാണ് ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത്. മാർച്ച് അവസാന വാരത്തോടു കൂടിയോ അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യ വാരത്തോടു കൂടിയോ ചിത്രത്തിൻ്റെ OTT റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാം.